അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ കുരുവട്ടൂരികൾ എല്ലാ സമയത്തും എല്ലാ സ്റ്റേജിലും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ കാലഘട്ടത്തിന്റെ മശായിഖന്മാരുടെ നിർദ്ദേശത്തിലാണ്, അവരുടെ നിയന്ത്രണത്തിലാണ്, അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ ജനങ്ങളോട് സംസാരിക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് പിഴവൊന്നും സംഭവിക്കൂല എന്ന് അവർ എല്ലാ സ്റ്റേജിലും പറയാറുണ്ട്. നമ്മുടെ തൊഴിയൂരിന്റെ ഒരു പ്രസംഗം കേൾക്കുക. ആദർശ മുന്നേറ്റ വേദികൾ നമ്മൾ ഈ പറയുന്ന നമ്മൾ കേവലം ഒരു മൈക്ക് മാത്രമാണ്. നമ്മൾക്ക് ഈ വിവരം, നമ്മൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നതും ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയവും നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം അല്ല, തന്നിഷ്ടമല്ല. മറിച്ച് അത് നമ്മളോട് പറയാൻ, നിർദ്ദേശിക്കാൻ അർഹതപ്പെട്ട, അല്ലാഹുവുമായി ബന്ധമുള്ള, മുത്തുനബിയുമായി ബന്ധമുള്ള ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ മശായിഖന്മാർ, അവരുടെ ഹദ്റത്തിൽ പോയിരുന്ന് അവരുടെ നിർദ്ദേശപ്രകാരം അവർ പറയുന്നതാണ് നമ്മൾ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പഴക്കൂല. എന്താ പറഞ്ഞത്? ഞങ്ങൾ അള്ളാഹുവിൽ നിന്നും നേരിട്ട് വിവരം ലഭിക്കുന്ന മശായിഖന്മാരുടെ ഹദ്റത്തിൽ പോയി ഇരുന്ന് അവര് പറയുന്നതാണ് ഞങ്ങൾ ജനങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പഴക്കൂല. ഇനി നമ്മൾ പരിശോധിക്കുന്നത് ഇവർക്ക് എത്രത്തോളം കാലഘട്ടത്തിന്റെ മശായിഖന്മാരുടെ നിർദ്ദേശമുണ്ട്, നിയന്ത്രണം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ്. തൊഴിയൂരിന്റെ അടുത്തൊരു പ്രഭാഷണം കൂടെ നിങ്ങൾ കേൾക്കുക. റസൂലാകുന്ന ഏറ്റവും വലിയ ഉന്നത നേതൃത്വം മഹാന്മാരായ സഹാബത്തിന്റെ പതറുന്ന ഘട്ടത്തിൽ കരുത്തു പകർന്നിട്ടുണ്ടെങ്കിൽ ആ അമ്പിയാക്കളുടെ പിന്തുടർച്ചക്കാരാണ്, അനന്തരാവകാശികളാണ് മശായിഖന്മാർ. ആ മശായിഖന്മാരെ പിടിച്ചാലേ ഹക്ക് തുറന്നു പറയാൻ പറ്റൂ. ഇല്ലെങ്കിലോ ഇന്നൊന്ന് നാളെ മറ്റൊന്ന് മാറ്റി പറയേണ്ടി വരും. നമുക്ക് അവിടെ തന്നെ ഉറച്ചു നിൽക്കാൻ അള്ളാഹു തൗഫീഖ് തന്നത് നമ്മുടെ മശായിഖന്മാരെ പവറാണ്. എന്താ പറഞ്ഞത്? അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ മശായിഖന്മാരെ പിടിച്ചാലേ ഹക്ക് തുറന്നു പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മാറ്റി പറയേണ്ടി വരും. ഇത് വളരെ പോയിന്റാണ്. നമ്മൾ ഇനി പരിശോധിക്കുന്നത് ഇവർ പിടിച്ചത് അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ മശായിഖന്മാരെയാണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇവര് മാറ്റി പറഞ്ഞിട്ടുണ്ടോ എന്നതും കൂടെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഒരു ക്ലിപ്പ് നിങ്ങൾ കേൾക്കുക. അങ്ങനെ ഒരു വലിയ പറഞ്ഞുകൊണ്ട് നോമ്പ് മുറിഞ്ഞാൽ മടക്കൽ നിർബന്ധമല്ല. ഏത് റമദാൻ മാസത്തിൽ പറഞ്ഞാൽ ആ വലിയ യഖീനുള്ള ആളുകളുണ്ടോ, ആ വലിയ പറയുമ്പോ അതിൻ്റെതായ വിഷയവും മനസ്സിലാക്കിയ ആളുകൾ അവരങ്ങനെ തന്നെ ചെയ്യുള്ളൂ. അതന്നെ, അതുകൊണ്ട് നോമ്പ് മുറിയൂല. അതിനെന്താ തർക്കം? എന്താണ് ഈ ക്ലിപ്പിൽ പറയുന്നത്? പരിശുദ്ധ റമദാനിൽ ഒരു വലിയ വെള്ളം കൊടുത്താൽ, നോമ്പുകാരനിക്ക് വെള്ളം കൊടുത്താൽ ആ നോമ്പുകാരന്റെ നോമ്പ് മുറിയുകയില്ല, അവന്റെ അന്നത്തെ നോമ്പാണ് ഏറ്റവും ഉഷാറുള്ള നോമ്പ് എന്ന് അൻവരി പറയുന്നുണ്ട്. ഒരു വലിയ വെള്ളം കൊടുത്താൽ അവന്റെ നോമ്പ് മുറിയുമെന്ന്. അതെ, അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അള്ളാഹു വിട്ടുകൂടി. അപ്പൊ യക്കീനുള്ള ആൾക്ക് അള്ളാഹു ഒരു ആവശ്യമില്ല, യാതൊരു ആവശ്യമില്ല. അവന്റെ അന്നത്തെ നോമ്പാണ് മറ്റു നോമ്പിനേക്കാൾ ഉഷാർ. ഇങ്ങനെ പറഞ്ഞ് ഇവർ ഈ പെരിന്തൽമണ്ണയിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വാദമില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞതായി തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഈ പറഞ്ഞതിനെ നിഷേധിക്കുന്നത് നിങ്ങൾ കാണുക. വേറൊന്ന് പറഞ്ഞത്, നോമ്പിന് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയൂല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. അപ്പൊ ഒന്നാമത്തെ ക്ലിപ്പിൽ തന്നെ നമുക്ക് ബോധ്യമായി ഇവർ പിടിച്ചത് അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ മശായിഖന്മാരെ അല്ല എന്നുള്ളത്. ഇനി അടുത്തത്, ആരാണ് ഇബ്നു തൈമിയ? നമുക്കെല്ലാവർക്കും അറിയാം, ഇബ്നു തൈമിയയിൽ നിന്നാണ് വഹാബിസം ഉത്ഭവിച്ചത്. ഇബ്നു തൈമിയയാണ് ഈ ലോകത്ത് ആദ്യമായി ഇസ്തിഗാസയ്ക്ക് എതിരെ സംസാരിച്ചത്. വഹാബികൾ ഇന്ന് ഉന്നയിക്കുന്ന ആശയങ്ങൾ ഇവിടെ ഉണ്ടാക്കിയത് ഇബ്നു തൈമിയ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇവര് പറയുന്ന കാലഘട്ടത്തിന്റെ ആളുകളുടെ നിർദ്ദേശമനുസരിച്ച് ഇബ്നു തൈമിയ തിരുത്തപ്പെടേണ്ട ധാരണകൾ എന്ന പേരിൽ ഒരു പ്രഭാഷണം തന്നെ നടത്തിയിട്ട് ഇബ്നു തൈമിയ വഹാബി നേതാവ്, മുജാഹിദുകളുടെ നേതാവ് എന്ന തലത്തിൽ കാര്യങ്ങൾ ദുർവ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ ആരാണ് ഇബ്നു തൈമിയ എന്ന് ഒരൽപ്പം വിശദീകരിക്കൽ ആവശ്യമായതുകൊണ്ടാണ് ഇന്ന് ആ വിഷയം തന്നെ സംസാരിക്കുന്നത്. ഈ ഇബ്നു അബ്ദുൽ വഹാബിന്റെ അനുയായികളുമായി, നജ്ദികളുമായി, അങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് അവരെ മനസ്സിലാവും. പണ്ടത്തെ ഉലമാ ഒക്കെ അവരെങ്ങനെയായിരുന്നു, പ്രത്യേകിച്ച് വലിയ വലിയ മഹാന്മാരൊക്കെ അങ്ങനെയാ പ്രയോഗിച്ചത്, നജ്ദികൾ. ഈ നജ്ദികളുമായി ഇബ്നു തൈമിയക്ക് ഒരു ബന്ധവുമില്ല, ആദർശപരമായിട്ടുമില്ല. ഞാൻ പറയുന്നത് വഹാബി പ്രസ്ഥാനം, ഇബ്നു തൈമിയ, ഇത് രണ്ടും ഒരിക്കലും ഒരു ബന്ധവും പെടുത്താൻ കഴിയില്ല. എന്താണ് ഇതിൽ അർത്ഥമുള്ളത്? ഞാൻ പറയുന്നത് ഇബ്നു തൈമിയ വഹാബി നേതാവാണ്, വഹാബികളുടെ ആളാണ് എന്ന് പറഞ്ഞ് മേനി നടിക്കാൻ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒന്നുമില്ല.
എന്താ പറഞ്ഞത്? ഇബ്നു തൈമിയ്യയും വഹാബിസവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല, അങ്ങനെ ബന്ധപ്പെടുത്താൻ പാടില്ല. ഇബ്നു തൈമിയ്യൊക്കെ നിങ്ങൾ ആളാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെന്താണ് അർത്ഥമുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ കാലഘട്ടത്തിന്റെ ആളുകളുടെ നിർദ്ദേശം അനുസരിച്ചാ പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി ആരാണ് ഇബ്നു തൈമിയ്യ എന്നുള്ളത് നൗഷാദ് തന്നെ പറയുന്നുണ്ട് വേറൊരു പ്രഭാഷണത്തിൽ. ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞാൽ ആരാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. വഹാബികളുടെ ആശയങ്ങൾ ഉണ്ടാക്കിയ ആൾ. ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞാൽ ആരാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. വഹാബികളുടെ ആശയങ്ങൾ ഉണ്ടാക്കിയ ആൾ. എന്താ പറഞ്ഞത്? വഹാബിസം ഉണ്ടാക്കിയ ആൾ. ഇതിൽ ഏതാണ് നിങ്ങൾ മശായിഖന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞത്? നേരത്തെ പറഞ്ഞതാണോ ഇപ്പൊ പറഞ്ഞതാണോ? അല്ലെ നിങ്ങളെ മശായിഖന്മാർക്ക് തോന്നുമ്പോൾ തോന്നിയതുപോലെ പറയാനുള്ള പെർമിറ്റുണ്ടോ? ജനങ്ങളുടെ ഈമാൻ വെച്ചിട്ടല്ലേ നിങ്ങൾ കളിക്കുന്നത്? ജനങ്ങളെ മുന്നിൽ വെച്ചിട്ട് അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാണ്. ഇതൊക്കെ കേട്ട് എത്ര ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. ഈ നൗഷാദൊക്കെ അതിന് മറുപടി പറയണ്ടേ? വഹാബിസവും വഹാബികളും ഇവൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു വ്യത്യാസമില്ല. വഹാബികളും ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയുന്നു, ഇവരിന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയുന്നു. നാം നമ്മുടെ സംഘടനയിൽ നിന്നും ഇവനെ ചവിട്ടി പുറത്താക്കിയതിനു ശേഷം ഇവൻ പറയപ്പെടുന്ന കാലഘട്ടത്തിന്റെ ആ ആളുകളുടെ നിർദ്ദേശം അനുസരിച്ച് ഇവൻ പ്രസംഗിച്ച ഒരുപാട് പ്രഭാഷണങ്ങളുണ്ട്. ആ പ്രഭാഷണങ്ങളൊക്കെ ഇവന് പിൻവലിക്കാണ്. അതുമായി ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതില്ല, അതൊക്കെ ജാഹിലിയ കാലാണ്, അത് ഞങ്ങളും അതുമായി ഒരു ബന്ധമില്ല, ഞങ്ങൾ അതിനൊന്നും മറുപടി പറയൂല എന്ന് പറഞ്ഞിട്ട് ആ പ്രഭാഷണങ്ങളൊക്കെ പിൻവലിക്കുന്ന ഒരു രംഗം നിങ്ങളൊന്ന് കാണുക. നേരത്തെയുള്ള അവസ്ഥ പറയാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മൾ തന്നെ പണ്ട് പ്രസംഗിച്ചതൊക്കെ കൊണ്ടുപോയി ഇവരിടും. ജാഹിലിയ കാലത്ത് ഇവരെ കൂടെ നിന്ന കാലത്ത് ഇവരുടെ മാറ്ററിൽ പ്രസംഗിച്ച പ്രസംഗം അന്നുതാ പറയുന്നു. അതൊക്കെ നമ്മൾ തൗബ ചെയ്ത് ഒഴിവാക്കി മശായിഖന്മാരെ അടുത്ത് വന്ന് ജാഹിലിയ കാലാണ്, അത് എടുത്ത് വരാൻ തന്നെ പാടില്ല. ഞങ്ങളെ ക്ലിപ്പിൽ നിന്ന് ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ തന്നെ 2013 ശേഷമുള്ളത് നോക്കിയാൽ മതി. അതും പോരാ, അതൊക്കെ അടുത്ത കാലമാണല്ലോ. പിന്നെ ഈ ഖുറാഫാത്തൊന്നും ജാഹിലിയത്തൊന്നൊക്കെ പോയി ഒരു 2020 ശേഷമൊക്കെ എടുത്തു കൊണ്ടുവന്നാൽ ഞങ്ങൾ ശ്രദ്ധിച്ചു മറുപടി പറയാം. അതിന് മുമ്പുള്ള ഞങ്ങൾ കേൾക്കുക പോലും ചെയ്യൂല. അങ്ങനെ എന്തെല്ലാം ജഹാലത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇത് മനസ്സിലാക്കണം. അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ മശായിഖന്മാരെ പിന്തുടരുന്നത് ഞങ്ങളാണ് എന്ന് പറയുന്ന ഇവരാണ് ഈ കളിക്കുന്നതൊക്കെ, അല്ലാതെ വേറെ ആളുകളൊന്നുമല്ല. ഇവർക്ക് എത്രത്തോളം മദതുണ്ട് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനായല്ലോ. ഇനി ഇവര് ഈ അടുത്ത് കഴിഞ്ഞ ശവ്വാലില് ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ മശായിഖ് സുയം വലിയുള്ളാഹയുടെ ഉറൂസ് മുബാറക് ഒരുപാട് സ്ഥലത്ത് നടത്തുകയുണ്ടായി. ഇവർ നടത്തിയ എല്ലാ സ്ഥലത്തേക്കും ഇവർ പറയപ്പെടുന്ന ഇവരുടെ ഒരു ഉസ്താദ്, ഒരു ഷെയ്ഖ്, ആ ഷെയ്ഖുനെ വന്നത് നമ്മളൊക്കെ ലൈവിൽ കാണുകയുണ്ടായി. പിന്നീട് ആ ലൈവ് വീണ്ടും അവർ എഡിറ്റൊക്കെ ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്തപ്പോ ഇവരെ ഷെയ്ഖിന്റെ പ്രഭാഷണവും ഇല്ല, ഷെയ്ഖിന്റെ ദുആവും ഇല്ല, ഷെയ്ഖ് വരുന്നതുമില്ല. എവിടെ പോയി ഇതൊക്കെ? ഷെയ്ഖിന് വരെ മദതില്ലാതെ പോയോ? എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കുരുവട്ടൂരികളെ? നിങ്ങൾക്ക് മദത് ഇല്ല എന്നുള്ളത് 100% ഉറപ്പായി. കാരണം ആദ്യം പ്രസംഗിച്ചതല്ല പിന്നീട് പ്രസംഗിക്കുന്നത്. ആദ്യം പ്രസംഗിച്ച് നിങ്ങൾ തള്ളിക്കളയാണ്. അതുകൊണ്ട് കുരുവട്ടൂരികളെ നിങ്ങൾക്ക് ഒരു മദതുമില്ല. നിങ്ങൾക്ക് മദതുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ക്ലിപ്പിനൊക്കെ യാഥാർത്ഥ്യം നിങ്ങൾ പറഞ്ഞു തരിക. ഞാൻ ഈ പറഞ്ഞതൊന്നും കട്ടുമുറിച്ച് പറയല്ല. യഥാർത്ഥത്തിൽ ഇവരൊക്കെ പ്രസംഗിച്ച് പോയതാണ് ഇതൊക്കെ. പക്ഷേ ഇവരെ യൂട്യൂബ് ഇന്ന് നോക്കിയാൽ ഒരുപക്ഷെ ഇതൊന്നും നമുക്ക് കാണാൻ കഴിയൂല. കാരണം ഇതൊക്കെ അവർ യൂട്യൂബിൽ നിന്നും അവർ മുക്കിയിട്ടുണ്ട്. എന്തിനു മുക്കി? അവർക്ക് തന്നെ ബോധ്യമുണ്ട് അവർക്കൊരു മദതുമില്ല, അവർ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയാണ് എന്നുള്ളത്. അതുകൊണ്ട് നൗഷാദിന്റെ ഒരു ആത്മീയ പ്രഭാഷണം കൂടെ നൗഷാദ് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടു തരികയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വല്ലാത്ത ഒരു കാലമാണ്. വറഉള്ള ആലിമീങ്ങളില്ലാത്ത കാലം. സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരെ കാണാൻ കഴിയില്ല. അതെ, വറഉള്ള സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരില്ല. എന്തും വിളിച്ചു പറയുന്നവർ. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ വറഉള്ള ഒരു ആലിമുമില്ലാത്ത കാലം. വിവരമില്ലാത്തവരെ പിടിച്ച് ആളുകൾ നേതാക്കന്മാരാക്കുകയാണ്.